കൃഷ്ണപിള്ള സ്മാരകം തകർത്തല്ലോ. ആ തകർത്തതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയെന്നു എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇല്ല, അന്വേഷണം നടത്താൻ സംബന്ധിച്ചിട്ട് രാത്രി 2:30 മണിക്ക് അവിടെ എത്തിയ ഒരാളുണ്ട്, സജീവ് ചെറിയാൻ. ചെങ്ങന്നൂന്ന് എന്തിനാണ് എത്തി രാത്രിയോടെ? അത് തകർത്ത് കഴിഞ്ഞു. രാത്രി 2:30 മണിക്ക് ഇയാൾ അവിടെ എത്തിയിട്ടുണ്ട്. എന്തിനെത്തി ഇപ്പോഴും ആരും അന്വേഷിച്ചിട്ടില്ല. അതേപ്പറ്റി അന്വേഷണം വേണ്ടാന്ന് പിണറായി പറഞ്ഞു. അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞു. കാരണം സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു വേണ്ട. കാരണമൊന്നും എനിക്കറിയില്ല. തകർത്ത കൃഷ്ണപിള്ള സാധാരണഗതി അന്വേഷണം നടക്കണമെന്നല്ലേ, നടക്കണമെന്ന് ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞു. എനിക്കറിയില്ലാത്തതാണ്. ചെങ്ങന്നൂരിൽ നിന്ന് അത്ര പെട്ടെന്ന് അർദ്ധരാത്രി 2:30 അവിടേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുന്നത് എന്ന കാര്യം കൂടി ഇപ്പോൾ ജോസഫ് സി മാത്യു വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ അത് കണ്ണി പോലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി VS ഒരു ഓഡിയോ ടേപ്പ് അന്ന് സെൻകുമാറിന് DGP ആയിരുന്നു, സെൻകുമാറിന് നൽകിയിരുന്നു. ആ ഓഡിയോ ടേപ്പിൽ ഈ പറയുന്ന ഈ ഓർഡർ നൽകുന്ന ഇത് തകർക്കുന്നതിനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ കാര്യങ്ങളാണുള്ളതെന്ന് അറിയുന്നു. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ജി സുധാകരൻ നടത്തിയിരിക്കുന്നത്. സജി ചെറിയാനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. നേരത്തെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ജി സുധാകരനെ പോലെ ഒരാൾ ഇത് നേരെ മാധ്യമങ്ങളിലൂടെ പറയുക എന്നത് അതീവ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതായത് പുലർച്ചെ 2:30 കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സമയത്ത് സജി ചെറിയാൻ അവിടെ ഉണ്ടായിരുന്നു. ആ കാര്യം അത് വെറുതെ ആകില്ലല്ലോ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സ്മാരകം തകർന്ന അന്ന് രാത്രിയിൽ 2:30 എന്തിന്, പുലർച്ചെ 2:30 എന്തിന് സജി ചെറിയാൻ അവിടെ എത്തി? അതുമാത്രമല്ല, അയാൾ ചെങ്ങന്നൂരിൽ നിന്ന് ആ സമയം എന്തിനെത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ജി സുധാകരൻ പറയുന്നു. അതിൽ ദുരൂഹതയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സംഭവത്തിൽ സജി ചെറിയാനെയും ഈ സംഭവത്തിൽ ഇതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്വേഷണം വേണ്ട എന്ന് പറയുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാന സ്മൃതി, അതുമായി ബന്ധപ്പെട്ട കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരായിരുന്നില്ല അത് ചെയ്തത്. അതാരാണ് ചെയ്തത് എന്ന് തനിക്കറിയാം, എന്നാൽ വ്യക്തികളെ കുറിച്ച് പറയില്ല. എങ്കിലും അന്ന് ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്തവരെല്ലാവരും തന്നെ ഇന്ന് പാർട്ടിയിൽ പ്രധാന പദവികളിലുണ്ട് എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും ജി സുധാകരൻ നടത്തുന്നു. അതുമാത്രമല്ല, ഇത്തരത്തിൽ സജി ചെറിയാനെതിരെ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ശക്തമായ ആരോപണങ്ങൾ പറയുന്നു. സജി ചെറിയാൻ കേഡറുകളെ ക്രിമിനലുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സജി ചെറിയാനാകട്ടെ പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ നേതാവാണ് എന്ന രീതിയിൽ സജി ചെറിയാനെ പേരെടുത്ത് അതിരൂക്ഷമായി തന്നെയാണ് ജി സുധാകരൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പല കാര്യങ്ങളും തനിക്കറിയാം, എന്നാൽ അതൊന്നും ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്താൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. പേരെടുത്ത് പറയാനും താൻ നിൽക്കുന്നില്ല. എങ്കിലും ഇക്കാര്യങ്ങളൊക്കെ അറിയാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ പാർട്ടിയുടെ പദവികളിൽ ഇന്ന് നിൽക്കുന്നുണ്ട്.